പ്രിയപ്പെട്ട എൻ്റെ കർക്കിടകം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, വസ്തു, സന്താന വിഷയങ്ങൾ തുടങ്ങിയവയിൽ അല്പം പ്രതികൂല ഫലവും, പഠനം, ജോലി, ബിസിനസ്, കുടുംബം, വിവാഹം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ അനുകൂല ഫലവും ഉണ്ടായി വരും. കർക്കിടകം രാശിക്കാരായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ പലപ്പോഴും വരും. എന്നാൽ അത് യഥാവിധി കണ്ടെത്തി അതിനനുസരിച്ച് ഉപയോഗിക്കാതെ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള നല്ല അവസരങ്ങൾ വരുവാൻ പിന്നീട് ഒരുപാട് കാലതാമസങ്ങൾ ഉണ്ടായേക്കാം. ഇനി ആ അവസരം കൊണ്ട് എന്താണോ നേടേണ്ടതായിട്ടുള്ളത് അത് നേടിയെടുക്കാൻ വളരെയധികം പ്രയത്നിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ അവസരങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള ഒരു അറിവ് നിങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് നൽകുക. നമ്മൾക്ക് ഓരോ വിഷയങ്ങളിലേക്കും വിശദമായിട്ട് പോകാം. കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ട് ഉള്ള ഒരു കാലമാണ്. കടബാധ്യതകൾ, സ്വന്തം കുടുംബത്തിലേക്ക് കൂടുതലായിട്ട് വരുന്ന ചെലവുകൾ, അതുപോലെ തന്നെ നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പണം കൃത്യസമയത്ത് ലഭിക്കാതെ അവിടെ ഒരു പെൻഡിങ് ആയി നിൽക്കുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന മാസം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം. വസ്തുവകകളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളും വിൽപ്പനയും വാങ്ങലുമൊക്കെ ചിലപ്പോൾ ഒരു പ്രതിബന്ധം ആയി വന്നേക്കാനും സാധ്യതകൾ ഉണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് കർക്കിടകം രാശിക്കാർക്ക് നല്ല ഒരു സമയം തന്നെയാണ്. അർഹിച്ച അഭിരുചിയുള്ള കോഴ്സുകൾ വിദേശത്തു പോയി പഠിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകും. ജോലിയിൽ തീർച്ചയായിട്ടും നല്ല നല്ല അവസരങ്ങൾ വരും. പ്രത്യേകിച്ചും ട്രാവൽ, ടൂറിസം, കാറ്ററിംഗ്, ഹോട്ടൽ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റ് തൊഴിലുകൾ, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഗുണങ്ങളും ഉണ്ടാകും. ഗവൺമെന്റ്, പ്രൈവറ്റ് സെക്ടറിൽ സ്ഥിര ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഫലമായിട്ട് വരാം. ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ്. പ്രത്യേകിച്ചും കോൺട്രാക്ട്, ലീഗൽ അഡ്വൈസർ, അതുപോലെ തന്നെ സ്വന്തം തൊഴിലുകൾ, പ്രത്യേകിച്ചും കെട്ടിടങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സ്വയം തൊഴിലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അനുകൂലമായിട്ടുള്ള ഫലം തന്നെയാണ് ഈ മാസം ഉണ്ടാകുക. കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും അമ്മ വഴിയും അച്ഛൻ വഴിയുമുള്ള ബന്ധുക്കളൊക്കെ നല്ല രീതിയിൽ വീണ്ടും കണ്ട് ബന്ധം ഊഷ്മളമാക്കുവാനും നല്ല രീതിയിൽ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുവാനും സാധ്യതയുള്ളതായിട്ട് വരും. പ്രത്യേകിച്ചും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വധുവിനെ അല്ലെങ്കിൽ വരനെ ലഭിക്കുവാനിടവരും. അതുപോലെ തന്നെ സന്താനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്താന ലാഭവും ഉണ്ടായി വരും. സന്താനങ്ങൾ ഉള്ള ചില ആളുകൾക്ക് ചിലപ്പോൾ അവരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. നമ്മുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവർ പോകുക, നമ്മളെ ചിലപ്പോൾ ഒരു ബഹുമാനക്കുറവ് കാണിക്കുക എന്നിവയൊക്കെ വന്നേക്കാൻ സാധ്യതകൾ ഉണ്ട്. ആരോഗ്യപരമായിട്ട് കർക്കിടകം രാശിക്കാർക്ക് പൊതുവെ നല്ല ഒരു മാസമാണ്. എങ്കിലും നല്ല രീതിയിലുള്ള ദിനചര്യകൾ, ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് പിന്നീടുണ്ടാകുന്ന പ്രയാസങ്ങളെ നമ്മൾക്ക് ദൂരീകരിക്കാൻ സാധിക്കും. പരിഹാരമായിട്ട് ഈ മാസം കർക്കിടകം രാശിക്കാർ ചെയ്യേണ്ടത് കുലദേവതയെ നല്ല രീതിയിൽ സ്മരിച്ച് ആ ദേവതാക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഭദ്രകാളി, ശിവൻ എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഉചിതമായ രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതും നല്ല ഗുണം ഉണ്ടാവുന്ന കാര്യമാണ്. ഏറ്റവും പ്രധാനമായി നാമജപം, നല്ല പ്രാണായാമം, യോഗ എന്നിവ ശീലിക്കുക. ഇത്രയുമാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളും പരിഹാരങ്ങളുമായിട്ട് പറയുവാനുള്ളത്.
ഏവർക്കും നന്ദി, നമസ്കാരം.